സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഗാന്ധി സ്റ്റഡീസ് 3-ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്. എം കെ ഗാന്ധിയിൽ നിന്ന് മഹാത്മാഗാന്ധിയിലേക്കുള്ള വളർച്ചയാണ് നമ്മൾ ഈ എം കെ ഗാന്ധിയുടെ രൂപാന്തരം 2ാം ഘട്ടത്തിൽ നമ്മൾ പഠിക്കുന്നത്. എം കെ ഗാന്ധിയുടെ രൂപാന്തരം 2ാം ഘട്ടം, അതാണ് നമ്മളിന്ന് എടുക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ മഹാത്മാഗാന്ധിയിലേക്കുള്ള വളർച്ച. അപ്പോൾ 1890 മുതൽ എം കെ ഗാന്ധി ആഫ്രിക്കയിലെത്തി. 1893 വർഷം ഓർത്തിരിക്കണം. 21-ാം വയസ്സിൽ അദ്ദേഹം ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയിൽ ഒരു ബാരിസ്റ്ററായിട്ട്, അതായത് വക്കീലായിട്ട് ജോലിയിൽ കയറി മഹാത്മാഗാന്ധി. അപ്പം അവിടെ വെച്ച് അദ്ദേഹം അസ്വീകാരനായ അതിഥിയായ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം എങ്ങനെയാണ്? ദക്ഷിണാഫ്രിക്കയിലെത്തിയ അദ്ദേഹം ഒരാഴ്ചക്കുള്ളിൽ പ്രശസ്തനാകാൻ കാരണം ഗാന്ധിജിയെ ഈ ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ സേട്ട് ഡർബൻ കോടതിയിലേക്ക് ഗാന്ധിജിയെ കൊണ്ടുപോയി. അവിടെ അദ്ദേഹം ഇരുന്ന് കോടതി നടപടികളെല്ലാം കണ്ട് മനസ്സിലാക്കി. അവിടെ വെച്ച് പല വലിയ വലിയ ആളുകളെ പരിചയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ അഭിഭാഷകനോടൊപ്പം ഗാന്ധിജി കോടതിയിലിരുന്നപ്പോൾ ജഡ്ജി ഗാന്ധിജിയെ ശ്രദ്ധിച്ചു. ഗാന്ധിയുടെ തലയിലൊരു തലപ്പാവുണ്ടായിരുന്നു. അപ്പോൾ ഗാന്ധിജി ഹിന്ദുവാണ്, ഈ തലപ്പാവ് അഴിച്ചു മാറ്റാൻ ജഡ്ജി ഗാന്ധിയോട് ആവശ്യപ്പെട്ടു. അവിടെ ദക്ഷിണാഫ്രിക്കയിലെ മുസ്ലിങ്ങൾക്ക് മാത്രമേ തലപ്പാവ് വെച്ച് കോടതി മുറി കയറാനുള്ള അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഗാന്ധിജിയോട് തലപ്പാവ് അഴിക്കാൻ പറഞ്ഞു. അപ്പം അല്ലെങ്കിൽ തന്നെ ഗാന്ധിജിയെ ഒരു വർണ്ണവിവേചനത്തോടുകൂടിയാണ് അവിടെയുള്ള ആളുകൾ കണ്ടിരുന്നത്. അപ്പം തൻ്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന രീതിയിൽ അത് ഗാന്ധിജിക്ക് തോന്നി, അവഹേളിക്കുന്നതിന് തുല്യമായിട്ട് തോന്നി. അതുകൊണ്ട് ഗാന്ധിജി തലപ്പാവ് അഴിച്ചില്ല, കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തു. ഇത് നേറ്റാൽ അഡ്വൈസർ എന്നൊരു പത്രം അവിടുത്തെ ഈ വിവരം റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? തൻ്റെ ഭാഗത്ത് ഇന്ന കാര്യത്തിലുള്ള ന്യായങ്ങളൊക്കെ ഉണ്ടെന്ന് ഗാന്ധിജി അത് പത്രാധിപർക്കൊരു കത്തെഴുതി. പത്രം എന്ത് ചെയ്തു? അത് പ്രസിദ്ധീകരിച്ചു. അങ്ങനെ ഗാന്ധിജി അവിടെ അസ്വീകാരനായ ഒരു അതിഥിയായ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇത് ചോദിക്കുക, അസ്വീകാരനായ അതിഥിയായത് എങ്ങനെയാണെന്ന് ചോദിക്കുക. അപ്പോൾ ഈ സംഭവം എഴുതണം. ഇനി പീറ്റർ മാരിസ്ബർഗിലെ സംഭവം, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പീറ്റർ മാരിസ്ബർഗിൽ അങ്ങനെയാണ് സംഭവത്തിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. ശരിക്കും അതിൻ്റെ ചിത്രമാണ്. ഗാന്ധിജി ഡർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്ക്, ഈ സ്ഥലം ഓർത്തിരിക്കണം, ഡർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്ക് ട്രെയിനിലാണ് പോയത്. ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ചെയ്തത്. പക്ഷേ ഗാന്ധി ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് യാത്ര ചെയ്ത് വെള്ളക്കാരനെ സൂചിച്ചില്ല. വെള്ളക്കാരൻ എന്ത് ചെയ്തു? അടുത്തിരുന്ന വെള്ളക്കാരനെ സഹയാത്രികൻ ഗാന്ധിജിയോട് പറഞ്ഞു, കൂലിയെന്ന് വിളിച്ചു ഗാന്ധിജിയെ. എന്നിട്ട് ഗാന്ധിജിയോട് പറഞ്ഞു, 3-ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലേക്ക് പൊക്കോ, വെള്ളക്കാർക്ക് മാത്രമേ 1-ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് യാത്ര ചെയ്യാൻ പാടുള്ളൂ. ഗാന്ധിജി അനങ്ങിയില്ല. ഗാന്ധിജി അത് നിരസിച്ച ഗാന്ധിജി അവിടെ തന്നെ ഇരുന്നു. പീറ്റർ മാരിസ്ബർഗ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ ബലമായിട്ട് ഗാന്ധിജിയെ പിടിച്ച് ട്രെയിനിന് പുറത്താക്കി. അങ്ങനെ ഒരു രാത്രി മുഴുവൻ ഗാന്ധിജി പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞു. ഈ സംഭവം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി. പിന്നീട് കുതിരവണ്ടിയെ സഞ്ചരിച്ചപ്പോഴും കുതിരവണ്ടിയുടെ കാല് വെക്കുന്ന ആ ചവിട്ടുപടിയിലിരുന്ന് യാത്ര ചെയ്യേണ്ടതായിട്ടും ഗാന്ധിജിക്ക് വന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വർണ്ണവിഭജനം വന്നപ്പോഴത്തേക്ക് തിന്മയ്ക്കെതിരെ പോരാടാൻ ഗാന്ധിജി തീരുമാനിച്ചു. അങ്ങനെ ഗാന്ധിജിയിലെ സാമൂഹ്യ പ്രവർത്തകനെ പുറത്തു കൊണ്ടുവന്ന 2 സംഭവങ്ങളായിരുന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഗാന്ധിയിലെ സാമൂഹ്യ പ്രവർത്തകനെ പുറത്തു കൊണ്ടുവന്ന സംഭവങ്ങൾ. അപ്പോൾ പീറ്റർ മാരിസ്ബർഗും സംഭവം, അതുപോലെ തന്നെ ഈ ഡർബൻ കോടതി മുറിയിലുണ്ടായ സംഭവം വിശദീകരിക്കണം. ഇനി ഈ അവിടെ ഇന്ത്യക്കാർക്കിടയിൽ ഗാന്ധി അറിയപ്പെട്ട് ഗാന്ധി ഭായ് ഒരു വാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം എന്നറിയപ്പെട്ടിരുന്നു. ഇനി ഈ ബ്രിട്ടീഷുകാരെ ഇന്ത്യക്കാർക്കെതിരെ ഒരു വോട്ടവകാശ നിരോധന നിയമം കൊണ്ടുവന്നു. അതിനോടൊപ്പം തന്നെ രൂപം കൊണ്ടൊരു സംഘടനയാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് സംഘടന രൂപം കൊള്ളാനുള്ള കാരണം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഗാന്ധി ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോയതിനു മുമ്പായിട്ട് അബ്ദുള്ള സേട്ട് ഒരു യാത്രയപ്പ് യോഗം സംഘടിപ്പിച്ചു. ആ യാത്രയപ്പ് യോഗത്തിൽ ഈ വോട്ടവകാശ നിരോധന നിയമത്തെക്കുറിച്ച് ആൾക്കാർക്ക് മനസ്സിലായില്ല എന്താ സംഭവം എന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ഗാന്ധിജി അവിടെ വിശദീകരിച്ചു കൊടുത്തു, ഈ വോട്ടവകാശ നിരോധന നിയമം എന്താണെന്ന്. അപ്പോൾ ആ യോഗത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ചു വന്ന എല്ലാവരും കൂടി ഉണ്ടാക്കിയൊരു സംഘടനയാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ദക്ഷിണാഫ്രിക്ക വെച്ച സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. അപ്പോൾ ഈ സംഘടന എന്ത് ചെയ്തു? ഇന്ത്യക്കാർ നേരിടുന്ന ചൂഷണങ്ങളെ പോരാടാൻ ഗാന്ധിജി ചുമതലപ്പെടുത്തി. അങ്ങനെ ദക്ഷിണാഫ്രിക്കയിലുള്ള ആളുകളുടെ അവകാശങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു സംഘടനയാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. അപ്പോൾ ഇവർ കൊണ്ടുവന്ന ഈ വോട്ടവകാശ നിയമം നിരോധന നിയമം
ദക്ഷിണാഫ്രിക്കയിലുള്ള ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയായിരുന്നു. അങ്ങനെ 1894 നാറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്സിന് രൂപം കൊണ്ടത്. ഇനി അതിനോടൊപ്പം തന്നെ ഒരു 3 പവൻ നികുതി ഇവർ കൊണ്ടുവന്നു. ഈ ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാർ, ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ ഒരു കുടിയേറ്റ നിയമം അവർ കൊണ്ടുവന്നത്. അതായത് കരാർ തൊഴിലാളികളെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവർ കരാർ അവസാനിക്കുന്നതനുസരിച്ച് തിരിച്ചു പോരണം. അങ്ങനെ തിരിച്ചു പോകുന്നില്ലെങ്കിൽ നികുതി അടയ്ക്കണം. മൂന്ന് വ്യവസ്ഥകളായി ബെല്ലിൽ വെച്ചിരുന്നത്. ഒന്ന്, കരാർ അവസാനിക്കുന്ന മുറയ്ക്ക് ഇന്ത്യക്കാർ നാട്ടിലേക്ക് മടങ്ങണം. അതായത് അവിടെ കരാർ പ്രകാരം തൊഴിലിന് പോകുന്നു, ആ കരാർ കാലാവധി അവസാനിക്കുമ്പോൾ തിരിച്ചു പോരണം. കരാർ കഴിഞ്ഞ് അവിടെ ആരെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ 2 വർഷം കൂടുമ്പോൾ കരാർ പുതുക്കണം. അതായിരുന്നു മറ്റൊരു വ്യവസ്ഥ. ഈ നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർ 3 പവന് നികുതി അടയ്ക്കണം. ഇതായിരുന്നു 3 പവൻ നികുതി എന്ന് പറയുന്നത്. അതും ഷോർട്ട് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. ഇനി പച്ച ലഘുലേഖ എന്ന് പറഞ്ഞാൽ 1996 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ തൊഴിലാളികളുടെ കഷ്ടതകൾ വിശദീകരിച്ച് ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജി ഒരു കുറിപ്പ് തയ്യാറാക്കി. ദക്ഷിണാഫ്രിക്കയിലെ ആളുകൾ അനുഭവിക്കുന്ന വിഷമതകൾ ഇന്ത്യക്കാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. അതിന് ലഘുലേഖ എന്നാണ് അറിയപ്പെടുന്നത്. പാംലെറ്റ് എന്ന് പറയും. ദ ഗ്രീവൻസ് ഓഫ് ദി ബ്രിട്ടീഷ് ഇന്ത്യൻസ് ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് അപ്പീൽ ടു ഇന്ത്യൻ പബ്ലിക്കിനോടുള്ള അപ്പീൽ എന്ന രീതിയിൽ ഇതുപോലുള്ള ഒരു പുസ്തകം തയ്യാറാക്കി. അതിൻ്റെ പുറംചട്ട പച്ച നിറമായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ പേര് പുറംചട്ട പച്ച അത് പച്ച ലഘുലേഖ എന്നാണ് അറിയപ്പെടുന്നത്. ഇതും പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതും പഠിക്കുക. ഇനി ഗാന്ധിജി ഒരു പത്രം തുടങ്ങി. അതിൻ്റെ പേര് ഇന്ത്യൻ ഒപ്പീനിയൻ. തുടങ്ങിയത് 1904 ഓർത്ത് വയ്ക്കണം. പിന്നെ അതുകൂടാതെ 1899 ബോവർ യുദ്ധം ഉണ്ടായി, സുള്ളു കലാപം ഉണ്ടായി. ഈ 2 കലാപത്തിലും സൈന്യത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ആംബുലൻസ് സേനയും ഗാന്ധിജി രൂപം കൊടുത്തു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് 3ാമത്തെ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിൽ കിടക്കുന്നത്. ഇതിൻ്റെ ബാക്കി ക്ലാസ് ഒരൊറ്റ വീഡിയോയിലായിട്ട് തീർക്കുന്നതിന് ശ്രമിക്കാം. അടുത്ത ദിവസം തന്നെ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അത് കേട്ട് പഠിക്കുക. താങ്ക് യു.